എൻ്റെ കൈവശമുള്ള എൻ്റെ കളക്ഷനിലുള്ള കോയിൻസിൽ ചിലതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിൽ 50 പൈസ, 5 രൂപ, 2 രൂപ, 1 രൂപ, 10 രൂപ തുടങ്ങിയ നാണയങ്ങളുണ്ട്. വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ഡിസൈനുകളിൽ നിർമ്മിതമായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ കോയിൻസ്. ഞാൻ എൻ്റെ കയ്യിൽ വന്ന കോയിൻസിൽ ചിലതൊക്കെ കളക്ട് ചെയ്ത് വെക്കുമായിരുന്നു. ഈയിടെയായിട്ട് കോയിൻ സർക്കുലേഷനിലില്ല, കോയിൻസ് അധികം ഉപയോഗമില്ലാത്തത് കൊണ്ടും അധികം കിട്ടാറില്ല. അതിൽ ഉള്ളത് ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നു. വല്ലപ്പോഴും എടുത്ത് നമ്മുടെ ചരിത്രം, ഇത് നാണയങ്ങളെന്ന ചരിത്ര പടവുകളിലാണ്. 1 രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ, 20 രൂപയൊക്കെ ഇപ്പോഴും സർക്കുലേഷനിലുണ്ട്. നാണയങ്ങൾ നിലവിലുണ്ട്, പക്ഷേ അതങ്ങനെ ഉപയോഗത്തിലില്ല. അപ്പോൾ ഞാൻ ഈ നാണയങ്ങൾ വളരെ വാല്യുബിളായിട്ട് കരുതുന്ന ഈ നാണയങ്ങൾ ഞാൻ വല്ലപ്പോഴും ഒക്കെ എടുത്തു വെച്ച് ഇതുപോലെ നോക്കി, ഇത് വർഷങ്ങൾ കഴിയുമ്പോൾ ആൻറ്റിക്സിൻ്റെ ഗണത്തിൽപ്പെടും. അതിനായിട്ട് ഞാൻ കണക്കാക്കി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ അല്പം പഴക്കം ചെന്ന കോയിൻസാണ്. ഓൾഡ് കോയിൻസ് വേറെ ഉണ്ട്, എന്നാലും ഞാൻ ഈ ഒരു സെറ്റ് സെപ്പറേറ്റ് എടുത്ത് കാണിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, നമ്മളുടെ കയ്യിലുള്ള നാണയങ്ങളെന്ന് പറയുന്നത് ഒരു ചരിത്രമാണ്. ഇതിപ്പോൾ ഇന്ത്യയുടെ ചരിത്രം, കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ നാണയങ്ങളും അവയുടെ മൂല്യങ്ങളും, എന്തുമാത്രം ഓരോരുത്തർക്കും ഈ നാണയം പ്രഷ്യസ് ആയിരുന്നു എന്നും ഒക്കെ നമുക്ക് ഓർമ്മ വരും. പണ്ട് നമുക്ക് സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ ബസ് ടിക്കറ്റ് എടുക്കാൻ ഈ 1 രൂപയോ 50 പൈസയോ ഒക്കെ ധാരാളമായിരുന്നു. ഈ 50 പൈസയോ ഒക്കെ അന്ന് ടു ആൻഡ് ഫ്രോ ടിക്കറ്റിന് തികയുമായിരുന്നു. ഇന്ന് കാലം മാറി 5 രൂപയും 10 രൂപയും മിനിമം ടിക്കറ്റായി. അങ്ങനെ 2 രൂപയ്ക്ക് അന്നുണ്ടായിരുന്ന മൂല്യം ബാക്കി എല്ലാം പോലെ തന്നെ ഇന്നും അതും തമസ്കരിക്കപ്പെട്ടു. പക്ഷേ ഇത് ആൻറ്റിക്സിൻ്റെ കൂട്ടത്തിൽ ഇതിന് മഹത്തായ ഒരു സ്ഥാനമുണ്ട്. ഈ 1 രൂപയോ 50 പൈസയോ ഇല്ലാതെ ഒരു ദിവസം ബസ്സിൽ കയറി കോളേജിലും സ്കൂളിലും ഒന്നും പോകാൻ പറ്റാതെ വിഷമിച്ചിരുന്ന കാലമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നു. അതുപോലെ 25ഉം 50ഉം പൈസ കൊടുത്താൽ അന്ന് ആവശ്യം പോലെ മീൻ വാങ്ങാൻ പറ്റുമായിരുന്നു. നമ്മൾ വീട്ടാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ ഈ 50 പൈസ ധാരാളമായിരുന്നു. പ്രൊവിഷൻ സാധനങ്ങളും പച്ചക്കറിയും മീനും ഒക്കെ വാങ്ങാൻ ഈ ഒരു 50 പൈസ തൊട്ട് ധാരാളമായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഓർമ്മയുണ്ടോ? അതുകൊണ്ട് തന്നെ അന്ന് ഇത് ഒരുപാട് ബന്ധപ്പെട്ടിരുന്നു ഈ 50 പൈസയ്ക്ക് എന്നുള്ളത് ഓർക്കുമ്പോൾ ഇന്നിതിനെ ചങ്കോട് ചേർത്ത് പിടിച്ച് കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. എൻ്റെ കുട്ടിക്കാലത്തുള്ള ഇതിൻ്റെ മാഹാത്മ്യം ആലോചിച്ചിട്ട് അത്രത്തോളം ഈ നാണയങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് പഠിക്കാൻ പോകാൻ എന്നും 1 രൂപ കിട്ടുമായിരുന്നു വീട്ടിൽ നിന്ന്. ഈ 1 രൂപ മിച്ചം പിടിച്ചിട്ട് ഞാൻ നടക്കും. 8 കിലോമീറ്റർ 7 കിലോമീറ്ററൊക്കെ നടന്ന് കോളേജിൽ പഠിക്കാൻ പോകുമായിരുന്നു. അത് കഴിഞ്ഞ് ഈ പൈസ മിച്ചം വെച്ച് കിട്ടുന്നതിൽ നിന്നാണ് പുസ്തകങ്ങളോ ഗൈഡോ മറ്റത്യാവശ്യ സാധനങ്ങളോ ഒക്കെ വാങ്ങുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നു ഒരു കാലം. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയവരും ഉണ്ടാകും. പക്ഷേ ഇന്നിതിന് വലിയ വിലയില്ല, ഇത് കൊടുത്താൽ ഒന്നും കിട്ടുകയില്ല. പക്ഷേ ഇതിനൊരു മൂല്യമുണ്ട് നമ്മുടെ ന്യൂമിസ്മാറ്റിക്സിൽ, അല്ലെങ്കിൽ കോയിൻ കളക്ഷനിൽ. ഇതൊരു കോയിൻ കളക്ഷൻ ഒരു ഹോബി മാത്രമല്ല, ഇതൊരു വെൽത്താണ്, ഇതൊരു ട്രഷറാണ്, ഇതൊരു വാല്യുബിൾ ട്രഷറാണ്, ഇതൊരു വാല്യുബിൾ ഹിസ്റ്ററിയാണ്, ട്രഷർ കളക്ഷനാണ്, നമ്മുടെ കൾച്ചറൽ ഹെറിറ്റേജാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.